Hi all, welcome back to my channel Unique Kids. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 100% സക്സസ് ആവുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയാൽ ഒട്ടും ഫ്ലോപ്പ് ആകാത്ത 1/2 കിലോ അളവിലുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ഈ ഒരു റെസിപ്പി ഫ്ലോപ്പായി പോവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5000 രൂപ വിലയുള്ളൊരു OTG ഓവൻ കിട്ടുന്നത്. അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. കൂടെ തന്നെ ഫ്ലേവർ മാർട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ കിടപ്പുണ്ട്. അതിൽ കയറിയിട്ട് ലൈക്കും കമൻറ്റും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയുടെ ഐഡിയും അതേപോലെ തന്നെ ഈ ഒരു ഗിവ് അവേയുടെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്പഞ്ച് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാറ്റി കൊടുത്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു പ്രാവശ്യം മിക്സ് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്താണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടാണ് കേട്ടോ ഞാനത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കൈ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ബീറ്ററോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു കൈ എടുക്കാണ്ട് ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളറായിട്ട് കിട്ടും. അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഒരുമിച്ച് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഓവർ ഫോൾഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ മേലെ ഭാഗം താഴ്ന്നു പോകും. അതേപോലെ തന്നെ കേക്ക് ഹാർഡായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 6 ഇഞ്ചിൻ്റെ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് പാനിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അത് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിരിയാണി പോട്ടിലോട്ടാണ് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180-ൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180-ൽ തന്നെ ഒരു 25-30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. മേലെ ഭാഗം ഒന്നും ഒട്ടും ഒട്ടാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിനി ചൂടാറിയതിന് ശേഷം നമുക്ക് ലെയർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ചോക്ലേറ്റ് ക്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/3 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പും 1 ടേബിൾ സ്പൂണും ആണ് കേട്ടോ 1/3 കപ്പ് എന്ന് പറയുന്നത്. അതിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. മൈക്രോവേവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 30 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗനാഷ് ഇതിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ഒരു 5-6 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഞാനിങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും അതേപോലെ ടേണിംഗ് ടേബിളിലൊക്കെ ക്രീം ഒരുപാട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് എങ്ങനെയാണോ കംഫർട്ട് അതേപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ക്രീം വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇനി ചോക്ലേറ്റ് ക്രീം അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ക്രീം ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേപോലെ ഒരു നോസിലാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുവാണ്. ഇതേപോലെ ബാക്കിയുള്ള ലെയേഴ്സൊക്കെ ചെയ്യാം. ഓരോ ലെയേഴ്സിനിടയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചോക്ലേറ്റി ആക്കാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ എക്സ്ട്രാ ഒഴിക്കാം. ഞാനതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ.
അപ്പോൾ ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഐസിങ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ വീണ്ടും കാണിക്കാത്തത്. ഇനി സൈഡിൽ ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുവാണ്. ഈ ഒരു സ്ക്രാപ്പർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതേപോലെ ചെയ്തെടുത്ത് എല്ലാ ഭാഗവും ലെവലാക്കിയതിന് ശേഷം ഒരു 1/4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഗനാശ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഐസിങ് ചെയ്ത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗനാശ് റെഡിയാക്കണം. ഗനാശിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4.5 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർക്കാം. വിപ്പിംഗ് ക്രീം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ അളവിൽ ഫ്രഷ് ക്രീം എടുത്താലും മതി. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനൊന്ന് മൈക്രോവേവ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഇനി അത് സെറ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് പതുക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തോട്ടും അതൊന്ന് എത്തിച്ചിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസും കൂടെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ്. അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ചെറീസോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ ബോർഡർ ഡിസൈനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആരും മറന്നു പോകണ്ട.